വേറെ എന്താല്ലേ കളിക്കുന്ന മാമ അത്ര നേരമായിട്ട് എന്താണിത്? മാനാഞ്ചേരി സ്ക്വയർ പോവാണെങ്കിൽ ഇതേ ബാഗായിട്ടുള്ള സീനായി ഇറങ്ങിയ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി കോഴിക്കോട് നിന്ന് മൂന്നാറിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഏകദേശം ഒരു 11:30 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഇടയ്ക്ക് വെച്ച് ഡ്രൈവറായിട്ട് ചാവടിക്കാൻ നിർത്തിയപ്പം എന്നാൽ പിന്നെ ഓരോ പൊറോട്ടയും ഓംപ്ലേറ്റും ചുരുട്ടി പിടിച്ചടിക്കാമെന്ന് ഞങ്ങളും വിചാരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 മണിയോട് കൂടി ഞങ്ങൾ അടിമാലി എത്തി. അടിമാലിയാണ് നമ്മൾ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫ്രഷപ്പ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് മാമൻ ഒറ്റയ്ക്ക് നിന്ന് റൂമൊക്കെ ഉണ്ടായിട്ടും പുറത്തുനിന്ന് മാറ്റി കണ്ടത്. പ്രൊവോസ് ചെയ്യേണ്ടതായിരിക്കും മാമന് ഓപ്പണറാണ് കൂടുതൽ ഇഷ്ടം. അടിമാലിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇരുവികുളത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. സോ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലൊക്കെ മൂന്നാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ട്രാഫിക് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നോളണമെന്ന് വരില്ല. അങ്ങനെ നമ്മൾ ഇരുവികുളം നാഷണൽ പാർക്കിലെത്തി സഫാരി ആരംഭിച്ചു. ഏകദേശം 40 മിനിറ്റോളം നമുക്ക് സഫാരിക്ക് ബസ്സിന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ടിക്കറ്റിംഗ് കൗണ്ടറിൽ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ സഫാരി ആരംഭിച്ചതായി അടിപൊളി വിഷ്വൽസ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ തുടങ്ങി. ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ പൊളി കാഴ്ചകൾ. കുട്ടികളടക്കം ഏകദേശം 20 പേർക്ക് 4000 രൂപയാണ് ഇവിടെ ടിക്കറ്റിങ്ങിനായത്. ഒരാൾക്ക് 200 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീ. ഒരു 3/4 മണിക്കൂറോളം ബസ് സഫാരി കഴിഞ്ഞാൽ നമ്മളൊരു സ്പോട്ടിൽ ഇറക്കി വിടും. അവിടുന്ന് 2 കിലോമീറ്റർ മുകളിലോട്ട് നടക്കണം. ഇതാണ് വരയാടുകളുടെ ഏരിയ. സോ ഈ ഒരു 2 കിലോമീറ്റർ നടക്കുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം വൈബാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉച്ചയായിരുന്നെങ്കിലും വഴിനീളെ നമുക്ക് വരയാടുകളെ കാണാൻ പറ്റി. നല്ല കോടയം ഫീൽ ഉണ്ടായിരുന്നു. കയറി വരുമ്പം നല്ല വെയിലായിരുന്നെങ്കിൽ കൂടിയിട്ട് മുകളിലേക്ക് കയറുന്നതോറും നല്ല കോടയും തണുത്ത കാറ്റും പിന്നെ ഒരുപാട് വരയാടുകളെയും കാണാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്ന് നമ്മൾ ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ ടോപ്പിലെത്തിയപ്പോഴാണ് അതേ കോട അടിച്ച് കയറുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റിയത്. തണുത്ത കാറ്റല്ലേ. അങ്ങനെ ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഇതേപോലെ 2 കിലോമീറ്റർ തിരിച്ച് നടന്നിട്ട് വേണം നമുക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ അവിടുന്ന് നേരെ പോയത് മൂന്നാറിലെ ഹൈഡൽ പാർക്കിലേക്കാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പാർക്കാണ് മൂന്നാറിലെ ഹൈഡൽ പാർക്ക്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഇവിടെയൊക്കെ എൻട്രി ഫീസ്. പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അവിടെ എത്തിയോടെ നബി പറഞ്ഞ് അവന് സ്കിപ്പ് ലൈൻ ട്രൈ ചെയ്യണമെന്ന്. അവൻ ധൈര്യത്തോടെ വന്നു, ഞാൻ ധൈര്യത്തോടെ വിട്ടു. ഏകദേശം 300 രൂപയാണ് ഒരാൾക്ക് സ്കിപ്പ് ലൈനിലുള്ള ചാർജ്. അങ്ങനെ മൂന്നാറിലെ ഫസ്റ്റ് ഡേ ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളും ഹൈഡൽ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പാർക്കിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് നേരെ പോയത് നമ്മളെ ഹോം സ്റ്റേയിലേക്കാണ്. മൂന്നാർ അടിമാലിയുള്ള ഹോം സ്റ്റേ ആണ് നമുക്ക് കിട്ടിയത്. 5 റൂമുള്ള ഹോം സ്റ്റേക്ക് 15,000 ആണ് നമുക്കായത്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരും കാണാൻ മറക്കണ്ട. കൂടെ ഇതുപോലുള്ള വീഡിയോസിന് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഇറ്റ്സ് മീ വിൻസൺ സൈനിങ്.